ഹായ് ഡിയർ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്ന ആ സമയത്ത് നിങ്ങൾക്ക് റെസണേറ്റഡ് ആയിരിക്കും. ഒരു സ്പെസിഫിക് ടോപ്പിക്കിലാണ് ചെയ്യുന്നത്. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി, ആ ഒരു വ്യക്തിയുമായുള്ള ജീവിതം, അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടായിരിക്കാം. ഡിവൈൻ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് റീഡ് ചെയ്യാനായിട്ട് ഗൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു മാരേജുമായി ബന്ധപ്പെട്ട ഇപ്പോഴുള്ളൊരു കറണ്ട് എനർജി എന്താണ് ഡിവൈൻ ഗൈഡ് ചെയ്ത് നൽകിയാലോ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു മാരേജുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു കറണ്ട് എനർജി എന്താണ്? ഓക്കെ ഡിയർ, കറണ്ട് എനർജിയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്കിത് റെസണേറ്റഡ് ആണോ എന്നുള്ളത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്തെങ്കിലും ഒരു തടസ്സം ഈ ഒരു മാരേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഒരു തടസ്സം ഈ ഒരു വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടോ? ഡിവൈൻ ഗൈഡ് ചെയ്താലും എന്തെങ്കിലും ഒരു തടസ്സം ഈ ഒരു മാരേജ് പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടോ? എന്തായിരിക്കും ഈ ഒരു മാരേജിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും, ഫ്യൂച്ചർ എന്തായിരിക്കും? അതായത് എന്തായിരിക്കും ഒരു നിയർ ഫ്യൂച്ചർ എന്തായിരിക്കും? ലോങ് റണ്ണിൽ എന്തായിരിക്കും ഈ ഒരു മാരേജ് പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് ലോങ് റണ്ണിൽ എന്തായിരിക്കും റിസൾട്ട്? എന്ത് ഗൈഡൻസാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഡിവൈൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ ഡിയർ, അപ്പോൾ ഈ ഒരു മാരേജ് പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് കറണ്ട് എനർജി ഡബിളാണ് വന്നിരിക്കുന്നത്. കാർഡ് ഇങ്ങനത്തെ ആയതുകൊണ്ടാണ് ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ടാവണം ഈ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട്. ചിലപ്പോൾ ഈ ഒരു മാരേജ് നിന്ന് പോയിട്ടുണ്ടാവാം. മാരേജ് പ്രപ്പോസൽ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളിലെ ഒരു വ്യക്തി ചിലപ്പോൾ ഈ ഒരു പ്രപ്പോസലിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവണം. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അത്രയും വിവാഹത്തിലേക്ക് വന്നൊരു ബന്ധത്തിൽ നിന്ന് അവർ മാറിയിട്ടുണ്ടാവണം. അത്തരത്തിലാണ് കാണുന്നത്. ഇവിടെ തടസ്സമായിട്ട് വന്നിരിക്കുന്നത് ഒരു ഹൃദയവേദനയാണ്. ചിലപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടം ഉണ്ടാവണം, നിങ്ങളെ ചിന്തിച്ച് വിഷമിക്കുകയാണ്. ഒരു പക്ഷേ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടോ മറ്റോ നിങ്ങൾക്ക് വിവാഹം കഴിക്കാതെ പോയതാകണം. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതായ ബാരിയേഴ്സ് ഉള്ളത് കൊണ്ട്, കാസ്റ്റ്, റിലീജിയൻ, ഫിനാൻസ് അങ്ങനെയൊക്കെയുള്ള ബാരിയേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വിവാഹ സമയത്തെപ്പോഴേക്കും ഒരു പാർട്ണർ പിന്മാറിയതായിരിക്കണം. അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുന്നതാകണം. ഓക്കെ, നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ നിയറസ്റ്റ് ഫ്യൂച്ചർ ഈ റിലേഷൻ, ഈ മാരേജ് പ്രപ്പോസലിൻ്റെ നോക്കിയപ്പോൾ സ്ട്രെങ്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു തടസ്സങ്ങളെയൊക്കെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ്. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും, അവയൊക്കെയും നിങ്ങൾ വളരെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് കാണുന്നത്, നിങ്ങളോ നിങ്ങളുടെ പാർട്ണറോ. ഓക്കെ ഡിയർ, അതുപോലെ ഓക്കെ, ലോങ് റണ്ണിലും നിങ്ങൾ റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇവിടെ ഒരു വിജയം തന്നെയാണ് കാണുന്നത്. ഈ ഒരു മാരേജിൽ വിജയം ഉണ്ടാകും എന്നാണ് കാണുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ ഡിയർ, നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ്
ഏസ് ഓഫ് സോർട്സ് ആണ്. ഇതിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ടാകും. ഈ പ്രശ്നങ്ങളൊക്കെയും അതിജീവിച്ച് നിങ്ങൾ ഇവിടെ ഒരു നിയറസ്റ്റ് ഫ്യൂച്ചറിൽ കണ്ടതുപോലെ പ്രശ്നങ്ങളൊക്കെയും നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വരും. പക്ഷേ കുറേയധികം സ്ട്രഗിൾസ് ഉണ്ടാകും, എന്നിട്ടാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാവുക. അപ്പോൾ നിങ്ങളവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ബോട്ടം ഒന്ന് നോക്കാം. ബോട്ടത്തിൽ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് എന്ത് വന്നാലും അതിനെ നേരിടാം എന്നുള്ളൊരു വിശ്വാസത്തിൽ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊരു വിജയമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴുള്ള ഈ തടസ്സങ്ങളൊക്കെയും നിങ്ങൾക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഡിയർ, അപ്പോൾ ഡിവൈൻ നിങ്ങളെ ഇപ്പോൾ ഗൈഡ് ചെയ്യാൻ ആഗ്രഹിച്ചത് എന്തിനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ അത്രയും ഒരു ഹോപ്പ്ലെസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം, അത്രയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റം വരും എന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഡിവൈൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ ആരായാലും ആ ഈശ്വരനോട് കടപ്പെട്ടിരിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ, നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതിൽ, ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾ ഇപ്പോൾ തന്നെ അത് ഭഗവാനോട് അറിയിക്കുക. നിങ്ങൾ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഈ ഒരു എനർജി ക്ലെയിം ചെയ്തുകൊണ്ട്. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.